പൊളിറ്റിക്കൽ സയൻസിൻ്റെ 15ാമത്തെ ചാപ്റ്റർ ഹൈക്കോർട്ട്സ് ആൻഡ് സബോർഡിനേറ്റ് കോർട്ട്സ്, അതായത് മേൽക്കോടതിയും കീഴ്ക്കോടതിയും അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം മേൽക്കോടതി മീൻസ് ഹൈക്കോടതിയും കീഴ്ക്കോടതികളും അതാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. അപ്പം ഇന്ത്യയിൽ മൊത്തം നിലവിൽ 21 കോടതി അതിവിടെ പറയുന്നുണ്ട്. അറ്റ് പ്രസൻറ്റ് ദർ ആർ 21 ഹൈക്കോർട്ട്സ് ഫോർ 28 സ്റ്റേറ്റ്സ് സ്റ്റേറ്റ് ആൻഡ് 7 യൂണിയൻ ടെറിട്ടറീസ്. അപ്പം മൊത്തത്തിൽ 21 ഹൈക്കോർട്ടുകളാണുള്ളത്. ഇനി എങ്ങനെയൊക്കെയാണ് ഇത് നിലവിൽ വന്നതെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഹൈക്കോടതികൾ നിലവിൽ വന്നത്? സ്റ്റേറ്റ് ഹൈക്കോർട്ട്സ് ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് അതിൻ്റെ സംസ്ഥാനങ്ങളിൽ ഹൈക്കോടതികളൊക്കെ എങ്ങനെ നിലവിൽ വന്നു എന്നാണ്. അപ്പം ഫെഡറൽ സംവിധാനത്തിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു ഘടകമാണ് എന്ത്? നീതിന്യായം എന്ന് പറയുന്നത്. അപ്പം നീതിന്യായം മെയിനായിട്ടൊരു ഘടകമായിരിക്കുന്ന അവസ്ഥയിൽ ഇന്ത്യയിൽ ഒരു ഏകീകൃത നീതിന്യായ സമ്പ്രദായമാണ് വന്നിട്ടുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഹൈക്കോടതി രൂപീകരിച്ചിരിക്കുന്നത്. അപ്പം സുപ്രീം കോടതിയുടെ താഴെയുള്ളതാണ് ഹൈക്കോടതി. അത് ഓരോ സംസ്ഥാനത്തിലും ഓരോ ഹൈക്കോടതികളുണ്ട്. ചില ഹൈക്കോടതികളുടെ അധികാരപരിധി ഒന്നോ അതിൽ കൂടുതലോ സ്റ്റേറ്റുകളിൽ ഉൾപ്പെടുത്തുന്നതാണ്. പിന്നെ ഈ ഹൈക്കോടതികളിലുള്ള ജഡ്ജിമാരെ, ചീഫ് ജസ്റ്റിസുമാരെയൊക്കെ നിയമിക്കുന്ന പ്രസിഡൻ്റാണ്. അപ്പം അംഗസംഖ്യ നിർണ്ണയിക്കുന്നതൊക്കെ, ജഡ്ജിമാരുടെ അംഗസംഖ്യ നിർണ്ണയിക്കുന്നതൊക്കെ പ്രസിഡൻ്റാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ്, സംസ്ഥാന ഗവർണർ, സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് എന്നിവരുമായിട്ട് കൂടി ആലോചിച്ചിട്ടാണ് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട് ദർ ഈസ് എ ഹൈക്കോർട്ട് ഫോർ ഈച്ച് സ്റ്റേറ്റ്. ഓരോ സ്റ്റേറ്റിനും ഓരോ ഹൈക്കോർട്ട് ഉണ്ടെന്നും ദെയർ ക്യാൻ ബി കോമൺ ഹൈക്കോർട്ട് ഫോർ 2 or more സ്റ്റേറ്റ്. ചില സ്റ്റേറ്റുകളിൽ 2-3 സ്റ്റേറ്റുകൾക്ക് വേണ്ടിയിട്ട് ഒരു ഹൈക്കോർട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിൾസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് ആൻഡ് ഹരിയാന ആൻഡ് ദ യൂണിയൻ ടെറിട്ടറി ഓഫ് ചണ്ഡീഗഡ് ഹാവ് എ കോമൺ ഹൈക്കോർട്ട് സിറ്റുവേറ്റഡ് അറ്റ് ചണ്ഡീഗഡ്. അപ്പോൾ ഇങ്ങനെ 3 സ്ഥലങ്ങൾക്ക് വേണ്ടി പഞ്ചാബിനും ഹരിയാനയ്ക്കും യൂണിയൻ ടെറിട്ടറി ചണ്ഡീഗഡയ്ക്കും കൂടെ ചണ്ഡീഗഡിലൊരു ഹൈക്കോർട്ടാണ് ഉള്ളത്. അപ്പോൾ ദ ഹൈക്കോർട്ട് ഓഫ് ഗുവാഹത്തി കോമൺ ഫോർ 7 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഓഫ് ആസാം, നാഗാലാൻഡ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, ത്രിപുര ആൻഡ് അരുണാചൽ പ്രദേശ്. അപ്പോൾ ഇത്രയും ഇതിന് വേണ്ടിയിട്ട് ഒരു 7 സ്റ്റേറ്റിന് വേണ്ടിയിട്ട് ഒരു ഹൈക്കോർട്ടാണുള്ളത്. അതുപോലെ തന്നെ ഡൽഹി ദോ നോട്ട് എ സ്റ്റേറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ സെപ്പറേറ്റ് ഹൈക്കോർട്ട്. അപ്പോൾ ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡൽഹി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് അല്ലെങ്കിലും സ്വന്തമായിട്ട് ഒരു കേന്ദ്രഭരണ പ്രദേശത്തിന് സ്വന്തമായിട്ട് ഹൈക്കോടതി ഉള്ളത് അത് ഡൽഹിയിലാണ്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഡൽഹി ദോ നോട്ട് എ സ്റ്റേറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ സെപ്പറേറ്റ് ഹൈക്കോർട്ട്. എവരി ഹൈക്കോർട്ട് ഹാസ് എ ചീഫ് ജസ്റ്റിസ് ആൻഡ് എ നമ്പർ ഓഫ് ജഡ്ജസ്. അപ്പോൾ ഓരോ ഹൈക്കോടതിയിലും ഒരു ചീഫ് ജസ്റ്റിസും അതുപോലെ തന്നെ ബാക്കി ജഡ്ജിമാരും ഉണ്ടായിരിക്കും. ദ നമ്പർ ഓഫ് ജഡ്ജസ് വേരി ഫ്രം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്. ഓരോ ജഡ്ജിമാരും ഓരോ സ്റ്റേറ്റിനെ ബേസ് ചെയ്തിട്ട് വ്യത്യസ്തമായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. ദ നമ്പർ ഓഫ് ജഡ്ജസ് ഓഫ് ഈച്ച് ഹൈക്കോർട്ട് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ പ്രസിഡന്റ്. അപ്പം ഓരോ ഹൈക്കോർട്ടിലെയും ജഡ്ജിമാരെ തീരുമാനിക്കുന്ന പ്രസിഡൻ്റാണ്. ദ ജഡ്ജസ് ഓഫ് ദ ഹൈക്കോർട്ട്സ് ആർ അപ്പോയിൻറ്റഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അപ്പം ഹൈക്കോർട്ടിലെ ജഡ്ജിമാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്, ഇന്ത്യൻ പ്രസിഡൻ്റാണ്. While appointing Chief Justice of a High Court, the President has to consult the Chief Justice of the Supreme Court and the Governor of the state concerned. While appointing other judges, the President consults the Chief Justice of the Supreme Court, the Chief Justice of High Court and Governor of the state concerned. The judges can be transferred from High Court to another ബൈ പ്രസിഡന്റ്. അപ്പം ജഡ്ജിമാരെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഹൈക്കോർട്ടിൽ നിന്ന് മറ്റൊരു ഹൈക്കോർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ഇപ്പം ഇവിടുത്തെ മെയിനായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ഗവർണറാണ്, അതായത് സ്റ്റേറ്റിൻ്റെ ഗവർണേഴ്സാണ്. ആസ് മെൻഷൻഡ് earlier, consultation with the Chief Justice of the Supreme Court in respect of appointments and transfers of the judges of the High Court is obligatory and binding for the President, while the constitutional status of the President remain intact. The actual selection of judges is made by a team of senior judges of the Supreme Court. അപ്പം സാധാരണഗതിയിൽ ജഡ്ജസിനെ സെലക്ട് ചെയ്യുന്നത് സീനിയർ ജഡ്ജിമാർ, സുപ്രീം കോർട്ടിലുള്ള സീനിയർ ജഡ്ജിമാരാണ് മറ്റ് ഹൈക്കോർട്ടിലേക്കുള്ള ജഡ്ജിമാരെ സെലക്ട് ചെയ്യുന്നത്. ഹെഡഡ് ബൈ ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇൻ അക്കോർഡൻസ് വിത്ത് 1993
ruling as interpreted in 1999 by the Supreme Court. This is known as Collegium of the Supreme Court. Its recommendations are binding on the President. അപ്പോൾ ഇങ്ങനെ പിന്നെ പ്രസിഡൻറ്റിൻ്റെ റെക്കമെൻഡേഷനോട് കൂടിയിട്ട് സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നുണ്ട്. ഇനി ജഡ്ജിമാരുടെ ക്വാളിഫിക്കേഷനാണ് പറയുന്നത്. ക്വാളിഫിക്കേഷൻ, ഹി ഓർ ഷീ ഷുഡ് ബി സിറ്റിസൺസ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. പിന്നെന്താണ്, he or she should have a held of justice office at the district level or below for at least 10 years. ഒന്നെങ്കിൽ ഏതെങ്കിലും ജുഡീഷ്യൽ ഓഫീസിലോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവലിലോ 10 വർഷം വർക്ക് ചെയ്തിട്ടുണ്ടാവണം. He or she should have been advocate in one or more high court for at least 10 years. ഇനി അതല്ലെങ്കിൽ അവരായാലും ലേഡി ആയാലും ജെൻസ് ആയാലും ആരാണെങ്കിലും 10 വർഷം ഏതെങ്കിലും ഹൈക്കോർട്ടിൽ അഡ്വക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിരിക്കണം. വൺസ് അപ്പോയിൻറ്റഡ് ദ ഹൈക്കോർട്ട് ജഡ്ജസ് ഹോൾഡ് ഓഫീസ് ടിൽ ദേ അറ്റൈൻ ദ ഏജ് ഓഫ് 62 years. അപ്പം ഒരിക്കൽ ഹൈക്കോടതി ജഡ്ജിയായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് 62 വയസ്സാകുന്നത് വരെ അവർക്ക് ആ പൊസിഷനിൽ ഇരിക്കാവുന്നതാണ്. ആഫ്റ്റർ ദ റിട്ടയർമെൻറ്റ് ദേ മേ ബി അപ്പോയിൻറ്റഡ് ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട്. 62 ഏജ് വരെ അവർക്ക് ഏതെങ്കിലും ഹൈക്കോടതിയിൽ ജഡ്ജിയായിട്ടിരിക്കാം. അതിനുശേഷം ആഫ്റ്റർ ദ റിട്ടയർമെൻറ്റ് ദേ ക്യാൻ ബി അപ്പോയിൻറ്റഡ് ആസ് ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട്. അതിനുശേഷം റിട്ടയർമെൻറ്റിന് ശേഷം അവർ സുപ്രീം കോർട്ടിലെ ജഡ്ജിമാരായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. മേ പ്രാക്ടീസ് ആസ് അഡ്വക്കേറ്റ് ഐദർ ഇൻ സുപ്രീം കോർട്ട് ഓർ ഇൻ ഹൈക്കോർട്ട്. അതുപോലെ തന്നെ ജഡ്ജായിട്ടോ അല്ലെങ്കിൽ സുപ്രീം കോർട്ടിലോ ഹൈക്കോർട്ടിലോ അഡ്വക്കേറ്റായിട്ടോ വർക്ക് ചെയ്യാവുന്നതാണ്. എ ഹൈക്കോർട്ട് ജഡ്ജ് മേ ബി റിമൂവ്ഡ് ബിഫോർ ഹി ഓർ ഷീ അറ്റൈൻസ് ഏജ് ഓഫ് 62 years. പക്ഷേ ഹൈക്കോടതി ജഡ്ജി റിമൂവ് ചെയ്യുന്നത് 62 വയസ്സാകുമ്പോഴത്തേക്കും അവരെ റിമൂവ് ചെയ്യുന്നതാണ്. ഓൺലി ഓൺ ദി ഗ്രൗണ്ട് ഓഫ് ഇൻകപ്പാസിറ്റി ഓഫ് പ്രൂവ്ഡ് മിസ്ബിഹേവിയർ. അപ്പോൾ 62 വയസ്സാകുന്നതിന് മുമ്പേ അവരെ റിമൂവ് ചെയ്യണമെങ്കിൽ അതിന് ചില കാരണങ്ങൾ പറയുന്നുണ്ട്. അവർ മിസ്ബിഹേവിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും മോശമായ പെരുമാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബോത്ത് ദ ഹൗസ് ഓഫ് പാർലമെൻറ്റ് അഡോപ്റ്റ് റെസൊല്യൂഷൻ ബൈ മജോറിറ്റി ഓഫ് ദ ടോട്ടൽ മെമ്പർഷിപ്പ് ആൻഡ് by 2/3 majority of membership present and voting separately in each house in the same section. അപ്പോൾ പിന്നെ മിസ്ബിഹേവിയറിലൂടെ അവരെ റിമൂവ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ആരെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഇത് പറയുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ള ജഡ്ജിമാരുടെ സമ്മതത്തോടെ വോട്ടിങ്ങോട് കൂടിയിട്ട് അതിലാരാണോ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യുന്നത് അവരെ അവിടെ നിലനിൽക്കാനാണോ അതോ പറഞ്ഞു വിടാനാണോ ഇങ്ങനെയെന്നുള്ളതിന് ബേസ് ചെയ്തിട്ടാണ് പിന്നീട് അവിടെയുള്ള ജഡ്ജിമെൻ്റ് എന്ന് പറയുന്നത്. ഇനി പവേഴ്സ് ആൻഡ് ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ ഹൈക്കോർട്ടിന് എന്തെല്ലാം പവേഴ്സ്, അധികാരങ്ങൾ ഇവരെ സംബന്ധിച്ചോളം ഇവർക്കുണ്ടെന്നാണ് പറയുന്നത്. The High Court have the power to hear and decide which are brought directly to it. The power is called original jurisdiction. When a high court hears an appeal against a decision of lower court, it is called appellate jurisdiction. അപ്പോൾ ഇവിടെ പറയുന്നത് ഹൈക്കോർട്ടിൻ്റെ അപ്പീലിന് when a high court a high court is mostly a court of appeal. Appeals in both civil and criminal cases are brought to it against the decision of lower court. അപ്പോൾ സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന നീതിന്യായ കോടതി എന്ന് പറയുന്നത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയുടെ തീരുമാനങ്ങൾ സംസ്ഥാനത്തിലെ എല്ലാ പൗരന്മാർക്കും ബാധകമായിരിക്കും. ഹൈക്കോടതിക്ക് ഒറിജിനലിലും അപ്പീലിനും പോകാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ഒറിജിനലായിട്ട് ചെയ്യാനും അതിന് മേലെ അപ്പീലിന് പോകാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനത് അധികാരം എന്ന് മലയാളത്തിൽ പറയും. ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ അവിടെ എന്തെല്ലാം നിയമങ്ങളാണുള്ളത്? The original jurisdiction of the High Court is very limited. Case of alleged violation of fundamental rights can be started in High Courts or in the Supreme Court. The High Court have the power to issue orders or to restore the fundamental rights of the people. You will recall that these orders are called writs. അപ്പം ഇവിടെ എന്താണ് പറയുന്നത്? ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ തനതധികാരം എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്? എന്തിനുള്ള അധികാരമാണ് ഇവിടെ പറയുന്നത്? പവർ ടു ഇഷ്യൂ റിറ്റ്സ്. യു ഹാവ് റീഡ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഇൻ ദി ലെസൺ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. സോ
High courts can issue writs to ensure the rights of the people are not violated either by state or otherwise. The Constitution has specifically given the power to issue certain writs to the high courts. These courts can issue writs to any person or authority, including to state concerned. This is in the nature of habeas corpus, mandamus, prohibition, quo warranto, and criteria explained lesson 6. For the enforcement of rights of people, this power is exercised in the original jurisdiction of High Court. അപ്പോൾ ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. തനത് അധികാരത്തിൽ അല്ലെങ്കിൽ ഒറിജിനൽ ജൂറിസ്ഡിക്ഷനിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. സിവിൽ നിയമമോ ക്രിമിനൽ നിയമമോ എല്ലാം കൂടിയ പരമാധികാരമാണ് ഹൈക്കോടതിക്കുള്ളത്. ഓരോ സംസ്ഥാനത്തിനെ ബേസ് ചെയ്തിട്ട് അധികാരപരിധി നിർണ്ണയിച്ചിരിക്കുന്ന ഒരു സംസ്ഥാനത്തിനെ ബേസ് ചെയ്തിട്ടാണ്. അവിടെ കോർട്ടിൻ്റെ ലക്ഷ്യം കമ്പനി നിയമങ്ങൾ, വൈവാഹിക നിയമങ്ങൾ, പിന്നെ വിൽപത്രങ്ങൾ, പിന്നെ അഡ്മിറാലിറ്റി, ഇങ്ങനെ പറയുന്ന ഓരോ നിയമങ്ങൾ എന്നീ കാര്യങ്ങളിലൊക്കെ ഹൈക്കോടതിക്ക് ഒറിജിനൽ അധികാരം എടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി സംസ്ഥാനത്തിന് അകത്തുള്ള ഏത് വ്യക്തിയുടെയും സ്ഥാപനങ്ങളുടെയും പേരിൽ റിട്ടുകൾ പുറപ്പെടുവിക്കാൻ നിർദ്ദേശം കൊടുക്കാനും ഹൈക്കോടതിക്ക് അധികാരമുണ്ട്. ഭരണഘടന ഉറപ്പു തരുന്ന മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കാനുള്ള അധികാരം ഹൈക്കോടതിക്കുണ്ട്. പിന്നെ പ്രാദേശിക സമിതികൾ, സംസ്ഥാന നിയമസഭ എന്നിവയുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന പെറ്റീഷനുകൾ വിചാരണ ചെയ്യാനുള്ള അധികാരവും തീരുമാനവും ഹൈക്കോടതിക്ക് ഒറിജിനൽ അധികാരത്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. The High Court hear and decide appeals against decision of the Sections Court of Criminal Case. പിന്നെ the High Court may accept decision in the Sections Court or alter it and increase or reduce the sentences or change in the nature of sentences. അപ്പം അവിടെ അന്തിമ തീരുമാനം ഏതാണോ അതിൻ്റെ പേരിൽ അവർക്കൊരു ഹൈക്കോർട്ടിന് തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് പോയിന്റ് ട്രാൻസ്ഫർ ഓഫ് കേസ് ഓഫ് ഹൈക്കോർട്ടാണ്. If a High Court is satisfied that a case pending in subordinate court involves a substantial question of laws to the interpretation of the Constitution, the High Court may withdraw such a case from the lower court. After examining the cases, the High Court may either dispose it of itself or may return to the lower court with the instructions for disposal of the case. അപ്പം ചുരുക്കം ചില സന്ദർഭങ്ങളിൽ അത് റിട്ടേൺ ചെയ്യാനുള്ള അധികാരം അതിൻ്റെ അകത്തുള്ള ഏതെല്ലാം കേസസ് പെൻഡിങ് ഉണ്ടോ അത് സബോർഡിനേറ്റ് മീൻസ് കീഴ്ക്കോടതികളെ കൊണ്ട് ചെയ്യിക്കാനുള്ള അധികാരം, ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അധികാരം ഒക്കെ ഇവിടെ ഹൈക്കോടതിക്ക് ലഭ്യമാണ്. ഇതിവിടെ ചുരുക്കി പറയുകയാണെങ്കിൽ സിവിൽ ക്രിമിനൽ സിവിൽ ക്രിമിനൽ കേസുകളിൽ ഹൈക്കോടതിക്ക് അപ്പീൽ അധികാരമുണ്ട്. അതുപോലെ തന്നെ സിവിൽ കേസുകളിൽ ഹൈക്കോടതി ഒന്നാം അപ്പീലോ രണ്ടാം അപ്പീലോ കേൾക്കുന്നതാണ്. പിന്നെ ജില്ലാ കോടതികളുടെ വിധിക്കെതിരെ അപ്പീലുകൾ നേരിട്ട് ഹൈക്കോടതികൾക്ക് നൽകാവുന്നതാണ്. പിന്നെ കീഴ്ക്കോടതിയിൽ നിന്നുള്ള അപ്പീലുകൾ ജില്ലാ കോടതികൾക്കും കേൾക്കാം. തീർപ്പുകളിലുള്ള രണ്ടാമത്തെ അപ്പീൽ ഹൈക്കോടതിയിലെ കൊടുക്കാൻ കഴിയും. ഒരു അപ്പീൽ കൊടുത്താൽ തള്ളിക്കളഞ്ഞ് രണ്ടാമത്തെ അപ്പീൽ കൊടുക്കുകയാണെങ്കിൽ ഹൈക്കോടതിയിൽ കൊടുക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ക്രിമിനൽ കേസുകളിലും സെക്ഷൻസ് കോടതിക്കെതിരെ ഹൈക്കോടതിക്കും അപ്പീലുകളൊക്കെ സ്വീകരിക്കാവുന്നതാണ്. സംസ്ഥാന ഹൈക്കോടതികൾ രേഖകൾ സൂക്ഷിക്കുന്ന കോടതി കൂടിയാണ്. അതുകൊണ്ട് അതിൻ്റെ വിധിന്യായങ്ങളും കേസുകളും ഒക്കെ ഏതിനെ സംബന്ധിച്ച് നിയമങ്ങളായിട്ട് കണക്കാക്കുന്നതാണ്. കോടതി അലക്ഷ്യത്തിനെതിരെ ശിക്ഷിക്കുന്നതിനുള്ള അധികാരം ഹൈക്കോടതിക്കുണ്ട്. ഹൈക്കോടതി രേഖാകോടതി ആയതിനാൽ വിധികളെല്ലാം രേഖപ്പെടുത്തി വയ്ക്കുകയും അതുപോലെ മറ്റു കോടതികൾക്ക് തെളിവിനായി വസ്തുതകൾ സ്വീകരിക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും അധികാരങ്ങളാണ് ഒരു ഹൈക്കോടതിയെ സംബന്ധിച്ചിട്ട് ഉള്ളത്. ഹൈക്കോടതിയുടെ അധികാരം അല്ലെങ്കിൽ ജൂറിസ്ഡിക്ഷൻ ഓഫ് ഹൈക്കോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അധികാര പരിധികളാണ് പറഞ്ഞിരിക്കുന്നത്. ഒറിജിനൽ ജൂറിസ്ഡിക്ഷനും അപ്പീൽ അധികാരം ഇത് രണ്ടുമാണ് ഒരു ഹൈക്കോടതിയെ സംബന്ധിച്ചിട്ടുള്ളത്. ഇനി കീഴ്ക്കോടതിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സബോർഡിനേറ്റ് കോർട്ട് ഓർ ലോവർ കോർട്ട് ഇൻ ഡിസ്ട്രിക്റ്റ്. അപ്പോൾ സബോർഡിനേറ്റ് കോർട്ട് മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് സിവിൽ കോർട്ട്, ഒന്ന് ക്രിമിനൽ കോർട്ട്, ഒന്ന് റവന്യൂ കോർട്ട്. ഇങ്ങനെ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. സിവിൽ കോർട്ടിൻ്റെ അണ്ടറിൽ എന്തെല്ലാം വരും? ഡിസ്ട്രിക്ട് ജഡ്ജ് ഓർ ഡിസ്ട്രിക്റ്റ് സെക്ഷൻസ് ജഡ്ജ് വരുന്നുണ്ട്. സിവിൽ കോർട്ടിൻ്റെ അണ്ടറിൽ സബ് ജഡ്ജായിട്ട് ഫാമിലി കോർട്ട്, മുനിസിപ്പൽ കോടതി, സ്മോൾ കേസസ് ഓഫ് കോർട്ട്സ്, ഇതൊക്കെ മുനിസിപ്പൽ കോടതിയെ ബേസ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ക്രിമിനൽ കോർട്ടാണ്. സെക്ഷൻ ജഡ്ജസ് ഓർ ഡിസ്ട്രിക്റ്റ് ആൻഡ് സെക്ഷൻ ജഡ്ജസിൻ്റെ അണ്ടറിലാണ് ക്രിമിനൽ കോർട്ട് വരുന്നത്.
അത് പിന്നെ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ഓർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്, സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ്, തേർഡ് ക്ലാസ് മജിസ്ട്രേറ്റ്, ഇങ്ങനെ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ റവന്യൂ കോർട്ട് എന്ന് പറഞ്ഞാൽ ബോർഡർ റവന്യൂ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അവിടെ കമ്മീഷണറും കളക്ടറും ആയിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ ഉള്ളത് തഹസീൽദാറിൻ്റെ താഴെ നായിബ് തഹസീൽദാറുമാണ് ഉള്ളത്. അപ്പോൾ റവന്യൂ കോർട്ടിൻ്റെ താഴെ ഇങ്ങനെ ഒരു ഓർഡറാണ് വരുന്നത്. ഇപ്പം നോർമലി കീഴ്ക്കോടതികളെ വിഭജിച്ചിരിക്കുന്ന ഒന്ന് സിവിൽ കോർട്ട്, ക്രിമിനൽ കോർട്ട്, റവന്യൂ കോർട്ട് എന്നുള്ളതാണ്. സിവിൽ കോർട്ട് ഫാമിലി കോർട്ട്, മുനിസിപ്പൽ കോടതി, സ്മോൾ കേസോ കോടതിയോ ഒക്കെ ആയിട്ട് അങ്ങനെ പോകും. ക്രിമിനൽ കോർട്ട് സെഷൻ കോടതികൾ മാത്രമാണുള്ളത്. റവന്യൂ കോർട്ടിൽ ബോർഡർ റവന്യൂ, കമ്മീഷണറും കളക്ടറും തഹസീൽദാറും. അപ്പോൾ കമ്മീഷണറുടെ താഴെ കളക്ടറാണ്, കളക്ടറിൻ്റെ താഴെ തഹസീൽദാറാണ്, തഹസീൽദാറിൻ്റെ താഴെയാണ് നായിബ് തഹസീൽദാർ ഉള്ളത്. അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇത് മൂന്നും ഏതിൻ്റെ അണ്ടറിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മെയിനായിട്ട് വരുന്നത് പിന്നെ ഒരു ജില്ലയിലെ കീഴ്ക്കോടതിയുടെ ഘടന അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ പ്രോസസ്സ് പ്രകാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ചാർട്ട് പ്രകാരം ചെയ്താൽ മതി. അതായിരിക്കും ഒന്നും കൂടി എളുപ്പം. അപ്പോൾ സിവിൽ കോർട്ടിൽ എന്തെല്ലാം കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നോക്കാം. Civil cases pertain to dispute between two or more persons regarding property, breach of agreement or contract, divorce or landlord-tenant dispute. Civil court settle these dispute. They do not award any punishment as violation of law is not involved in the civil cases. അപ്പം സിവിൽ കേസസ് എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ എന്തെങ്കിലും പിന്നെ സ്വത്ത് തർക്കം, വസ്തു സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ, പണസംബന്ധമായ തർക്കങ്ങൾ, കരാറുകൾ, പിന്നെ വസ്തു കൈമാറ്റം, കുടികിടപ്പവകാശം, കുടുംബങ്ങൾ തമ്മിലുള്ള തർക്കം, വിവാഹമോചന കേസുകൾ തുടങ്ങിയവയൊക്കെ ഈ പറയുന്ന സിവിൽ കോടതിയിലാണ് തീർപ്പ് കൽപ്പിക്കുന്നത്. അപ്പോൾ ഓരോ ജില്ലയിലും പ്രത്യേകമായിട്ട് ജില്ലാ ജഡ്ജിമാരും അഡീഷണൽ ജില്ലാ ജഡ്ജിമാരും സീനിയർ ജഡ്ജിമാരും സബ് ജഡ്ജി, മുൻസിഫ് ജഡ്ജി മുൻസിഫും ഒക്കെ ഉണ്ട്. അപ്പോൾ ജില്ലാ ജഡ്ജിയാണ് അതാത് ജില്ലകളിലെ മേധാവി എന്ന് അറിയപ്പെടുന്നത്. അപ്പം ജില്ലയിലെ കീഴ്ക്കോടതി എന്നുള്ള വിധികൾക്കെതിരായിട്ട് അപ്പീലാണ് ജില്ലാ കോടതിയിൽ സമർപ്പിക്കുന്നത്. ഇനി ക്രിമിനൽ കേസിലെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണെന്ന് നോക്കാം. ക്രിമിനൽ കേസസ് റിലേറ്റഡ് ടു വയലേഷൻ ഓഫ് ലോസ്. ദീസ് കേസസ് ഇൻവോൾവ് തെഫ്റ്റ്, ഡെക്കോയിറ്റി, റേപ്പ്, പിക്ക് പോക്കറ്റിംഗ്, ഫിസിക്കൽ ആൻഡ് അസോൾട്ട്, മർഡർ എക്സെട്ര. These cases are filed in the lower court by the police on behalf of the state against the accused. In such cases, the accused, if found guilty, is a border punishment like fine, imprisonment or even death sentences. അപ്പോൾ ഇവിടെ ക്രിമിനൽ കോടതിയെ സംബന്ധിച്ചിടത്തോളം ഏതുപോലെയുള്ള കേസുകളാണ്? മോഷണം, കൊള്ളയടി, തീവെപ്പ്, ശാരീരിക പീഡനം, മർദ്ദനം, കൊല തുടങ്ങിയ കേസുകളൊക്കെ ക്രിമിനൽ കോടതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. അവിടെ ഡിസ്ട്രിക്ട് ജഡ്ജിയാണ് ഇത് കേസ് കൈകാര്യം ചെയ്യുന്ന. പിന്നെ ഡിസ്ട്രിക്ട് കോർട്ടിലെ സെഷൻസ് ജഡ്ജിയാണ് ഇങ്ങനെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നത്. ഒരു ജില്ലയിലെ പരമോന്നത ക്രിമിനൽ കോടതി എന്ന് പറയുന്നത് സെഷൻ ജഡ്ജിയുടെ കോടതിയാണ്. അപ്പോൾ ഇതാണ് ക്രിമിനൽ കേസിനെ ബേസ് ചെയ്തിട്ടുള്ളത്. ഇനി റവന്യൂ കേസസിനെ ബേസ് ചെയ്തിട്ടുള്ളത് റിലേറ്റഡ് ടു ലാൻഡ് റവന്യൂ ഓൺ അഗ്രികൾച്ചറൽ ലാൻഡ് ഇൻ ദ ഡിസ്ട്രിക്റ്റ്. അപ്പം പൊതുവെ അഗ്രികൾച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള വസ്തുവിൻ്റെ നികുതി അടയ്ക്കാത്തതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് റവന്യൂ കോടതി വസ്തുനികുതിയെ സംബന്ധിച്ചുള്ള കേസുകളാണ് വരുന്നത്. ജില്ലയിലെ പരമോന്നത റവന്യൂ കോടതി എന്ന് പറയുന്നത് ബോർഡ് ഓഫ് റവന്യൂ ആണ്. അതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള ആളാണ് കമ്മീഷണർ, കളക്ടർ, തഹസീൽദാർ, അസിസ്റ്റന്റ് തഹസീൽദാർ എന്നിവരടങ്ങുന്നതാണ് ബോർഡർ റവന്യൂ കോടതി വരുന്നത്. പിന്നെ ലോവർ റവന്യൂ കോടതിയിൽ വിധി കേട്ടതിന് ശേഷം മാത്രമേ ബോർഡ് ഓഫ് റവന്യൂ കോടതി വിധി പ്രഖ്യാപിക്കുകയുള്ളൂ. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്.